ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ഒരു ലോങ് വീഡിയോ ഇട്ടാണ് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണത്. അപ്പോൾ ഡോംസിൻ്റെ കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അത് നമുക്ക് രണ്ട് സ്കെച്ച് ബുക്ക് ഉണ്ട്. ഇപ്പം നമുക്ക് ആദ്യത്തെ സ്കെച്ച് നോക്കാം. നമ്മൾ ഫസ്റ്റത്തെ ഡ്രോയിങ് പറഞ്ഞിട്ട് നമ്മുടെ കക്കാശിയുടെ ഒരു മങ്കിക്യൂഷറ്റിൻ്റെ എൻ്റെ ഒരു ഫോട്ടോ ആണ്. ഞാൻ വെറുതെ വരച്ചാണ്. പിന്നെ ഞാൻ ഒന്ന് വരച്ചിട്ട് വെറുതെ പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് വരച്ച് വെക്കിയിട്ടാണ്. പിന്നെ ധൈര്യറ ഇപ്പം നമ്മൾ ചാനൽ ഫസ്റ്റ് തൊട്ട് തന്നെ കാണുന്നവർക്കറിയാം, ഇത് നമ്മളെ ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. പിന്നെ ഉള്ളതാണ് ഇറ്റാച്ചി. ഇറ്റാച്ചിനെ ഇതാണ് നമ്മളെ ഫസ്റ്റ് വീഡിയോ. പിന്നെ നമ്മൾ വെച്ചത് ഒബീറ്റിനാണ്. ഒബീറ്റയുടെ ഒരു 3 മാസക്കുള്ളൊരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഒന്ന് വരച്ചു നോക്കിയതാണ്. പിന്നെ ഞാൻ വരച്ചത് ജിറാനാണ്. അപ്പോൾ ജിറാനെ യൂട്യൂബ് ചാനൽ വിട്ടിട്ടില്ലാന്ന് തോന്നേ, അതെ വിട്ടിട്ടില്ല. അടുത്ത് നമ്മൾ വരച്ചത് സാസുരിനാണ്. അപ്പോൾ സാസുരിനെ നമ്മൾ 4ാമത്തെ വീഡിയോയാണെന്ന് തോന്നേ, എനിക്ക് ആർക്കറിയില്ല. ഓക്കെ, പിന്നെ നമ്മൾ വരച്ചത് നറൂട്ടോ. ഇവിടുന്നാണ് കളർ പെൻസിൽസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം അതൊക്കെ ഞാൻ ഇങ്ങനെ ബ്ലാക്ക് പെന്നും പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് ചിത്രം വരച്ചിന്. പിന്നെ പെൻസിൽ കളർ യൂസ് ചെയ്ത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. പിന്നെ നമ്മളെ പെയിൻ്റാണ് വരച്ചത്. ഇത് എനിക്ക് തോന്നുന്നു രസമായിട്ട് ഒരു ഡ്രോയിങ് ആണ്. ഇതന്നെയാണ് യൂട്യൂബ് ചാനലിൽ ഷോർട്സായി അപ്ലോഡ് ചെയ്തത്. ഇതിൻ്റെ വേറെ കളർ എഴുതിയാണുള്ളത്. പിന്നെ നമ്മൾ വരച്ചത് കിസാമനെയും ഇറ്റാച്ചിനെയും. ഇവർ രണ്ടാളും കൂടി ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇറ്റാച്ചിന് വലിയ രസം എനിക്ക് തിരിയെങ്കിലും നല്ല കിസാമ അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഹിഡാനെ, ഇത് ഞാൻ നിങ്ങൾക്ക് അറിയായിരിക്കും, ഹിഡാനെ ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടിന്. പിന്നെ നറൂട്ടോയുടെ സ്റ്റേജ് മൂഡ് വരച്ച് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് മൈറ്റ് ഗൈ 18 നർഗേറ്റ്. മൈറ്റ് ഗൈൻ്റെ 18 നർഗേറ്റ് വരുമ്പോൾ രോമാഞ്ചോനെ സീനാണേ. അപ്പോൾ കണ്ടവർക്കറിയാം. പിന്നെ നമ്മൾ അടുത്തത് വെച്ചാണ് ചോജി. അപ്പോൾ ഇതൊക്കെ യൂട്യൂബ് ചാനൽ ഇട്ടെന്ന് തോന്നി. ഇത് ഞാൻ വരക്കണത് കളർ പെൻസിലും ബ്രഷ് പെന്നും യൂസ് ചെയ്താണ്ടാണ്. ബ്രഷ് പെൻ യൂസ് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത നമ്മൾ വെച്ചത് കക്കാശിനാണ്, ലൈറ്റ്നിങ്ങിന് വെച്ചിട്ടുള്ള ഒരു കക്കാശി. പിന്നെ റോക്ലിയുടെ ഡോൺ ഗിവ് അപ്പ് എഴുതിയാണ്ട് ബാക്കിലേക്ക് എഴുതിച്ചിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് എന്തോ നമുക്ക് ആർക്കറിയില്ല. പിന്നെ നമ്മൾ ഷാജി പാപ്പൻ അടിച്ചിട്ടുണ്ട്. ആട് 3 ഇറങ്ങിയപ്പോൾ അന്ന് വരച്ചൊക്കെ വരച്ചു തന്നെ. ഇപ്പോൾ കറക്റ്റ് വന്നെങ്കിൽ എന്തായാലും എനിക്ക് തോന്നണ്ടേ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഒന്നും വരച്ചിട്ടില്ല, ഞാൻ മറന്നത് തോന്നി. പിന്നെ ഞാൻ അക്കർസുക്കിലുള്ള എല്ലാവരും കൂടി അങ്ങോട്ട് വരച്ച്. ഇത് കുറേ മിസ്റ്റേക്ക് ഉണ്ട്. സാസുരിക്ക് നല്ല കുളമായിക്കണേ. പിന്നെ കാക്കൂസൊന്നും ഫിനിഷല്ല. പിന്നെ ഞാൻ കബൂത്തനെയും കൊച്ചിമാറനെയും വരച്ചിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല വന്നെന്ന് തോന്നേ, എന്നാലും ഇത് രസം കിട്ടണേ തോന്നേ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാം. പിന്നെ എത്ര ഉള്ളൂ, ഇത് മൊത്തം കാണിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാൻ തോന്നുന്നു. ഞാൻ ഇതിന് വേറെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞാൻ ഒന്നും പറയാൻ പറഞ്ഞു, ഈ റോക്കിൽ എനിക്ക് മാതറൻ്റെ അത് യൂട്യൂബ് ചാനൽ ഇട്ടുന്. അത് അധികം ആരും റീച്ച് എത്തിയിട്ടില്ല അതിനെ. ഞാൻ ഇതിൽ നിന്ന് കാണിച്ചു വിചാരിച്ചേ. ഇതാണ് ഞാൻ സുസാനുള്ള മാതറ. അപ്പം ഇത്രയോളം നമ്മൾ വീഡിയോ. ഇതിൻ്റെ ബാക്കി ഞാൻ പാർട്ട് 2 കാണിച്ചാൽ. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാം. അപ്പോൾ ഓക്കെ, ബൈ.